ഗോവയിലെത്തിയിട്ട് കുറച്ച് മസ്റ്ററി ഐറ്റംസ് ഉണ്ടല്ലോ. ഗോവയിൽ സെക്കൻഡ് ഡേ, അപ്പോൾ ഇന്നാണ് ഞങ്ങൾ കാര്യമായിട്ട് ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ആസ് വെൽ ആസ് ലാസ്റ്റ് ഡേ ഇൻ ഗോവ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വിട്ടു. ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സീ ഫുഡ് സൂപ്പും ബട്ടർ മഷ്റൂമും ഫ്ലോപ്പ് ആയപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും പോയി. പക്ഷേ പിന്നെ വന്ന റേറ്റ് ഉണ്ടായിരുന്നു ഗോവൻ സീ ഫുഡ് താലി. അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു. അതിലുണ്ടായിരുന്ന കിങ് ഫിഷ് ഫ്രൈ, പിന്നെ നമ്മുടെ ക്രാബിൻ്റെ എന്തോ ഒരു കറിയുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന എരുന്തില്ലേ അതിൻ്റെ ഒരു കറി, പിന്നെ അയിലക്കറി, പിന്നെ ഉണക്കമീൻ്റെ ചമ്മന്തി, പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടി സ്പെഷ്യലായിട്ട് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയില്ലേ അതും ഉണ്ടായിരുന്നു. ഞങ്ങൾ ടോട്ടൽ 4 പേരുണ്ടായിരുന്നേ. പക്ഷേ ഞങ്ങൾക്ക് ഓർഡർ ചെയ്താൽ ഇത് സക്സസ് ആകുമെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു ധൈര്യക്കുറവുണ്ട്. ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾ 4 പേരും കൂടെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് റൈസ് പറഞ്ഞു എക്സ്ട്രാ. പിന്നെ വന്ന സാധനമാണ് സ്റ്റഫ്ഡ് ക്രാബ്. അതും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഒരു മസ്റ്ററി ഐറ്റം. എന്തോ വിശപ്പ് അങ്ങോട്ട് മാറാത്ത പോലെ. അപ്പം ഞങ്ങളൊരു ബട്ടർ ചിക്കനും 2 ബട്ടർ നാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി ബട്ടർ ചിക്കൻ. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബട്ടർ ചിക്കൻ ആയിരുന്നു അത്. ബാഗബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഫാറ്റ് ഫിഷ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നേ അത്. ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പം ഇനിയൊരു ചായ ആവാൻ തോന്നി. എവിടെയും ചായ ഇല്ല. അങ്ങനെ കുറേ അലഞ്ഞു തിരിഞ്ഞ് ഒരു പെട്രോൾ പമ്പ് കയറിയപ്പം അവിടെ ഒരു ചായക്കട കണ്ടു. അവിടെ ചായയും കുടിച്ചു.